ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു ഡെലീഷ്യസ് ഡിസേർട്ട് റെസിപ്പിയാണ്. സ്വീറ്റ് പൊട്ടാറ്റോ ഖീർ റെസിപ്പി, അതായത് മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു പായസം. ഫെസ്റ്റിവൽസിലും സ്പെഷ്യൽ ഒക്കേഷൻസിലും ഒക്കെ നമ്മൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. ഫസ്റ്റ് നമ്മൾക്ക് മധുരക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾക്കിതിനെ ചെറിയ ചെറിയ പീസസിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിനെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. കഴുകിയതിന് ശേഷം ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടി ഒരു 8 to 10 മിനിറ്റ് സമയത്തേക്ക് നമ്മൾക്കിതിനെ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അതുപോലെ ഇത് പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിനെ സ്ട്രെയിനറിലേക്ക് ഒഴിച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ചെറിയ ചെറിയ പീസസിൽ നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ. ഇനിയും ചൂടായ ഒരു പാത്രത്തിലേക്ക് നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾക്ക് മധുരക്കിഴങ്ങ് കൂടി ആഡ് ചെയ്യാം. മധുരക്കിഴങ്ങ് ഞാനിവിടെ ചെറിയ സൈസിലുള്ള 10 പീസസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് നെയ്യിൽ മിക്സ് ആയതിനു ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾക്കിതിലേക്ക് പാല് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിതിലൊരു 1.5 ഗ്ലാസ് പാലാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഇത് നന്നായിട്ട് കുക്കാവാൻ വേണ്ടി ഒരു 7 to 8 മിനിറ്റ് സമയത്തേക്ക് നമ്മൾക്കിതിനെ മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് പാലിൽ കിടന്ന് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലെ വലിയ വലിയ പീസസൊക്കെ സ്പൂൺ ഉപയോഗിച്ച് തന്നെ ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇതൊന്ന് ഉടഞ്ഞതിന് ശേഷം ഇത് നമ്മൾക്ക് നന്നായിട്ട് കുറുകി കിട്ടും. ഇതുപോലെ ഈ ഒരു രീതിയിൽ വേണം ഇതിനെ ചെയ്തെടുക്കാൻ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഒരു 1/2 ബൗൾ പഞ്ചസാര, കാഷ്യൂ നട്ട്സ് സ്മോൾ പീസസിൽ കട്ട് ചെയ്തെടുത്തത്, ബദാം ചെറിയ സൈസിൽ കട്ട് ചെയ്തെടുത്തതോ ക്രഷ് ചെയ്തെടുത്തതോ ആഡ് ചെയ്യാവുന്നതാണ്, ഏലക്ക പൊടിച്ചത് ഒരു 4-5 എണ്ണം. ഇനിയും ഇതിലേക്ക് കേസർ മിൽക്ക് കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾക്കിനി ഒരു 3-4 മിനിറ്റ് സമയം മാത്രം കുക്ക് ചെയ്താൽ മതിയാവും. ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ നെയ്യ് ആഡ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം ആഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി മധുരക്കിഴങ്ങ് പായസം ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. വീഡിയോസ് വാച്ച് ചെയ്യുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇത് നമ്മൾക്ക് ചൂടോടുകൂടിയും അതുപോലെ തണുപ്പിച്ചു 2 രീതിയിലും സെർവ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല റെസിപ്പിയാണ്. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾക്ക് കുറച്ച് ബദാം ആഡ് ചെയ്യാം. ഇനിയും കുറച്ച് പിസ്തായും കൂടി ആഡ് ചെയ്യും. രുചിയുടെ പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.